അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാരുണ്യ വശങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദമായി ശ്രവിച്ചു കഴിഞ്ഞു. ഇത്രയും കാരുണ്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാമിനെ പേടിക്കേണ്ട മതമാണ്, ഭയപ്പെടേണ്ട ഒരു ആദർശമാണ് എന്ന രീതിയിൽ ആളുകളുടെ മനസ്സിൽ കുടിയിരുത്തുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാർക്ക് സമാധാനം മാത്രം കൊടുക്കുന്ന ഒരു ആദർശമാണിത്. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ചില ആദർശങ്ങളും ചില നിയമങ്ങളും ചില സംഗതികളുമൊക്കെ എതിരാകുമ്പോൾ അതെത്ര നല്ലതാണെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികതയിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു അജണ്ടയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും. എത്ര സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാലും ആ സമാധാനം ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ചില ഇരുട്ടിൻ്റെ ശക്തികൾ ഏതു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ചരിത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ തുടങ്ങുമ്പോൾ ആ നൂഹ് നബിയുടെ പ്രബോധനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും അദ്ദേഹത്തെ തന്നെ ഒരു മോശമായി അവതരിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അദ്ദേഹത്തോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ടല്ല, നേരെ മറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ആദർശത്തിൻ്റെ മുന്നിൽ തങ്ങളുടെ ആദർശത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് വരുമ്പോൾ അദ്ദേഹത്തെ എറിഞ്ഞാട്ടുവാനും അതുപോലെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ അവിടെയുള്ള ഭരണകൂടം നടത്തുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെയും മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമാധാന സന്ദേശത്തെ ആളുകൾക്ക് മുന്നിൽ മോശമായി ചിത്രീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ അവർ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അവിടെയുള്ള ജൂതന്മാർ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും, തങ്ങൾക്കവിടെയുള്ള സ്വാധീനം നഷ്ടപ്പെടും എന്ന ഒരു ഭയം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെയുമൊക്കെ മോശമാക്കി ചിത്രീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ അവർ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയും ഒരു പഴയ ചരിത്രമാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിലേക്ക് നാം വരുമ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാം പേടി, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ പ്രതിക്രിയകളെയുമൊക്കെ വളരെ മോശമായി, ഒരു ഭീകരമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തുടക്കം കുറിക്കും 1980-കളുടെ അവസാന കാലഘട്ടത്തിലാണ്. ആ ഒരു പ്രവർത്തനം കൂടുതൽ വ്യാപിച്ചു വന്നത് 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തോടു കൂടിയാണ്. അത് സമൂഹത്തിൽ കൂടുതൽ ആസൂത്രിതമായ രീതിയിൽ അതിൻ്റെ നീക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഭീകരതയ്ക്ക് ഒരു മതമുണ്ടായി തുടങ്ങിയത് ആ കാലഘട്ടം മുതലാണ്. ഏതെങ്കിലും ഒരു അക്രമം ആര് നടത്തിയാലും മുമ്പൊക്കെ ആ മതത്തിൻ്റെ പേരിൽ അത് പരാമർശിക്കപ്പെടാറുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു ആക്രമണത്തിന് ശേഷം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയോ അതല്ലെങ്കിൽ ഒരു താടി വെച്ച മനുഷ്യനോ
എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്രമണം ചെയ്യുമ്പോഴേക്കും അതിനെ മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ തന്നെയും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയത് ഈ ഒരു പ്രവണതയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇസ്ലാമിനെ പേടിക്കുക എന്ന ഒരു ടെർമിനോളജി അത് യഥാർത്ഥത്തിൽ ടെക്നോളജിയേക്കാൾ അപകടമാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ ചില സാമൂഹിക നിരീക്ഷകന്മാർ മുന്നോട്ട് വച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാധ്യമങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ഫലസ്തീനിലുള്ള ചില യുവാക്കൾ തുള്ളിച്ചാടി ആഹ്ലാദിക്കുന്ന ഒരു വീഡിയോ കൂടി അതിൻ്റെ കൂടെ CNN പോലെയുള്ള ചില മാധ്യമങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇത്രയും വലിയൊരു ഭീകരാക്രമണത്തിൽ സന്തോഷിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നുള്ള ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ പരത്തുവാൻ വേണ്ടിയാണ് അവർ മനഃപൂർവ്വം ആ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 90കളിൽ ഗൾഫ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സദ്ദാമിനെ അനുകൂലിക്കുന്ന ആളുകൾ നടത്തിയ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത്? സിനിമകളിലൂടെയും കാർട്ടൂണുകളും നോവലുകളുമൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന അവസ്ഥ ഇന്നുണ്ട്. അമേരിക്കയിൽ മാത്രം 500-ലധികം സംഘങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.